പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിൽ നമ്മെ എല്ലാവരെയും നടുക്കിയ വലിയ റോഡ് ആക്സിഡന്റുകൾ നമ്മുടെ നാടുകളിൽ നടക്കുകയുണ്ടായി. ചെറുപ്പക്കാരായ ധാരാളം ആളുകൾ, വിദ്യാർത്ഥികൾ, വിദ്യാർത്ഥിനികൾ റോഡുകളിൽ ചതഞ്ഞു മരിക്കുന്ന കാഴ്ചകൾ കണ്ട് നമ്മളൊക്കെയും വലിയ നടുക്കത്തിലും വലിയ ഭീതിയിലുമാണ്. ഓരോ വർഷവും നമ്മുടെ നാടുകളിൽ നടക്കുന്ന റോഡ് ആക്സിഡന്റുകളുടെ എണ്ണം പെരുകിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളുള്ളത്. 2024 നവംബർ 25 ചൊവ്വാഴ്ച പുലർച്ചെ തൃശ്ശൂർ ജില്ലയിലെ നാട്ടികയിൽ വെച്ച് തടി കയറ്റി വരുന്ന ഒരു ലോറി ഉറങ്ങിക്കിടക്കുന്ന നാടോടികളുടെ ശരീരത്തിലേക്ക് പാഞ്ഞു കയറുകയും ആ സ്പോട്ടിൽ തന്നെ 5 മനുഷ്യന്മാർ മരണപ്പെടുകയും ചെയ്തു. 2 ചെറിയ മക്കളും അവരുടെ അമ്മയും 2 പുരുഷന്മാരും ഉൾപ്പെടെ 5 മനുഷ്യന്മാരാണ് ഉറങ്ങിക്കിടക്കുന്ന ആളുകളുടെ ശരീരത്തിലേക്കാണ് അന്ന് വാഹനം ഓടിച്ചു കയറ്റി അപകടം നടന്നത്. 6 മനുഷ്യന്മാർക്ക് വേറെ ആ ഒരു ദിവസം തന്നെ വലിയ പരിക്കുകളും പറ്റിയ വാർത്തകൾ നമ്മൾ കേട്ടു. ആ സംഭവം നടന്ന് വെറും 7 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഡിസംബർ 2 രാത്രി 12 മണിക്ക് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ MBBS പഠിക്കുന്ന 6 വിദ്യാർത്ഥികൾ സഞ്ചരിച്ചിരുന്ന ഒരു കാറ് KSRTC ബസ്സുമായി കൂട്ടിയിടിച്ച് അത്യധികം അപകടകരമായ ഒരു സാഹചര്യം ഉണ്ടാവുകയും ആ ആക്സിഡന്റിൽ 6 മെഡിക്കൽ വിദ്യാർത്ഥികൾ മരണപ്പെടുകയും ചെയ്തു. ആ മരണപ്പെട്ട ആളുകളുടെ ശരീരം തകർന്നു തരിപ്പണമായ കാറിന്റെ പാർട്സുകൾ വെട്ടിപ്പൊളിച്ച് അതിന്റെ ഉള്ളിൽ നിന്ന് പുറത്തെടുക്കുന്ന കാഴ്ചയൊക്കെ നമ്മളുടെ ചാനലുകൾ ലൈവായി നമ്മളെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെയും തീരുന്നില്ല. കഴിഞ്ഞ ഡിസംബർ 12 ഈ നേരത്തെ പറഞ്ഞ ആക്സിഡന്റ് കഴിഞ്ഞ് പിന്നെ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ പാലക്കാട് കല്ലടിക്കോട് എന്ന് പറയുന്ന പ്രദേശത്ത് പരീക്ഷ കഴിഞ്ഞ് റോഡിലൂടെ നടന്നു പോവുകയായിരുന്ന 4 പെൺകുട്ടികളെ അമിതമായ വേഗത്തിൽ വന്നിരുന്ന ഒരു ലോറി ഇടിച്ച് ആ കുട്ടികൾ തൽക്ഷണം അവിടെ മരണപ്പെടുന്ന വാർത്തയും അതിന്റെ കാഴ്ചകളുമൊക്കെ നമ്മൾ കണ്ടു. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, റോഡ് അപകടങ്ങൾ എല്ലാ കാലത്തേക്കാളും വളരെ കൂടിയ ഒരു സാഹചര്യത്തിലാണ് നമ്മളുള്ളത്. കേന്ദ്ര ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ കഴിഞ്ഞ ആഴ്ച ഒരു പ്രസ്താവന ഇറക്കിയുണ്ടായി. നമ്മുടെ രാജ്യത്ത് ഓരോ വർഷവും 1,78,000 മനുഷ്യന്മാർ റോഡ് ആക്സിഡന്റുകളിൽ മരണപ്പെടുന്നുണ്ട് എന്നുള്ള അങ്ങേയറ്റം ഞെട്ടിപ്പിക്കുന്ന ഒരു കണക്ക്. 1,78,000 മനുഷ്യന്മാർ ഓരോ വർഷവും നടക്കുന്ന റോഡ് അപകടങ്ങളിൽ മരണപ്പെടുകയാണ്. ആ അപകടത്തിൽ മരിക്കുന്ന ആളുകളിൽ 60% ആളുകളും 18 വയസ്സിനും 34 വയസ്സിനും ഇടയ്ക്കുള്ള ആളുകളാണ്, അഥവാ ചെറുപ്പക്കാരാണ് ഈ റോഡ് അപകടങ്ങളിൽ ഏറ്റവും കൂടുതൽ അകപ്പെടുന്നത്. കേന്ദ്രമന്ത്രി പറയാണ്, അന്താരാഷ്ട്ര റോഡ് സേഫ്റ്റിയുടെ കോൺഫറൻസുകളിൽ പങ്കെടുക്കുമ്പോൾ നാണം കൊണ്ട് തല താഴ്ത്തേണ്ട അവസ്ഥയിലാണ് ഞാനുള്ളത്. മന്ത്രിയായി അധികാരമേറ്റെടുത്ത സമയത്ത് രാജ്യത്തെ റോഡ് അപകടങ്ങൾ 50% കുറക്കാം, പരമാവധി അപകടങ്ങൾ കുറക്കാനുള്ള നിയമങ്ങൾ കൊണ്ടുവരുമൊക്കെ പറഞ്ഞിരുന്നുവെങ്കിലും ഓരോ ദിവസവും അപകടങ്ങൾ പെരുകുന്ന വാർത്തയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ രാജ്യത്ത് ഒരുപാട് സംസ്ഥാനങ്ങളുണ്ട്. ആ സംസ്ഥാനങ്ങളുടെ ആക്സിഡന്റുകളുടെ കണക്കെടുത്താൽ 1ാം സ്ഥാനം തമിഴ്നാടിനാണ്, 2ാം സ്ഥാനം മഹാരാഷ്ട്രക്കും, 3ാം സ്ഥാനം കേരളത്തിനുമാണ്. കേരളം എത്ര ചെറിയൊരു സ്റ്റേറ്റാണ്, പക്ഷേ നമ്മളെക്കാണ് എത്രയോ വലിയ സ്റ്റേറ്റുകൾ, നമ്മുടെ അത്രയൊന്നും വിദ്യാഭ്യാസമില്ലാത്ത ആളുകൾ. പക്ഷേ റോഡ് ആക്സിഡന്റുകളുടെ കണക്കെടുത്താൽ ഇന്ത്യയിലെ മൊത്തം സംസ്ഥാനങ്ങളിൽ 3ാം സ്ഥാനത്തുള്ളത് നമ്മുടെ കേരളമാണ്. ഇന്ത്യയിൽ നടക്കുന്ന
മൊത്തം ആക്സിഡന്റുകളിൽ 9.5% ആക്സിഡന്റുകളും നടക്കുന്നത് കേരളത്തിലാണ്. ഇതിന്റെ ഒരു കണക്കുണ്ട്, വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു കണക്കാണ്. 2021 33,296 റോഡ് ആക്സിഡന്റുകൾ നമ്മുടെ കേരളത്തിൽ നടന്നു. അഥവാ ഒരു ദിവസം 91 അപകടങ്ങൾ എന്ന തോതിൽ നടക്കുകയാണ്. ആ അപകടങ്ങളിൽ മെജോറിറ്റിയും മരണപ്പെടുകയാണ്, അല്ലെങ്കിൽ വലിയ ഇഞ്ചുറികൾ സംഭവിക്കുകയാണ്. അത് കഴിഞ്ഞ് 2022 ആയപ്പോഴേക്കും 43,910 റോഡ് ആക്സിഡന്റുകൾ നമ്മുടെ കേരളത്തിൽ നടന്നു. അഥവാ കഴിഞ്ഞ വർഷത്തേക്കാൾ 2021 വലിയ വർധനവ്. ഒരു ദിവസം 120 ആക്സിഡന്റുകൾ നടക്കുകയാണ്. 2023 കണക്കിൽ ഇതിനേക്കാളൊക്കെയും കൂടുതലാണ്. 48,141 മനുഷ്യന്മാരാണ് റോഡ് ആക്സിഡന്റുകളിൽ മരിക്കുകയും വലിയ അപകടങ്ങളിൽ പെടുകയും ചെയ്തിട്ടുള്ളത്. നമ്മുടെ നാട്ടിലെ കേരളത്തിലെ മാത്രം കണക്കാണ് ഞാൻ ഈ പറയുന്നത്. വലിയ പ്രയാസകരമായ ഒരു സാഹചര്യമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അഥവാ റോഡ് സേഫ്റ്റിക്ക് വേണ്ടി 232 കോടി രൂപ ചെലവിട്ടുകൊണ്ട് AI ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമറകൾ ഇവിടെ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. മനുഷ്യന്മാർക്ക് എല്ലാവർക്കും വലിയ വിദ്യാഭ്യാസമുണ്ട്. റോഡ് സുരക്ഷയെക്കുറിച്ചുള്ള നിരന്തരമായ ബോധവൽക്കരണങ്ങൾ നടക്കുന്നുണ്ട്. ഇതെല്ലാം ഉണ്ടായിട്ടും ഓരോ ദിവസവും അപകടങ്ങൾ പെരുകുകയാണ്, വലിയ ആൾനാശമുണ്ടാവുകയാണ്, റോഡുകൾ ചോരക്കളങ്ങളായി മാറുകയാണ്. അങ്ങേയറ്റം സങ്കടകരമായ കാര്യമാണ് നമ്മുടെ മുമ്പിൽ നടക്കുന്നത്. അതുകൊണ്ട് ഇത്തരം റോഡ് അപകടങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ കുറച്ചുകൊണ്ടുവരാൻ, നിയന്ത്രിക്കാൻ നമ്മളായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ റോഡ് അപകടങ്ങൾ നടക്കുന്നതിൽ മഹാഭൂരിപക്ഷവും അമിതമായ വേഗത്തിൽ നിന്നാണ് ഉടലെടുക്കുന്നത് എന്ന് കണക്കുകൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. നമ്മുടെ രാജ്യത്ത് നടക്കുന്ന റോഡ് അപകടങ്ങൾക്ക് ഒരുപാട് കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാരണം അമിതമായ വേഗത്തിലുള്ള ഡ്രൈവിംഗ് ആണ് അപകടങ്ങൾ ഉണ്ടാക്കുന്നതിന്റെ ഏറ്റവും വലിയ കാരണങ്ങളിൽ ഒന്ന് എന്നാണ്. യഥാർത്ഥത്തിൽ ഓരോ റോഡുകളുടെയും അവസ്ഥകളെക്കുറിച്ച് പഠിച്ച് ആ റോഡിൽ എത്ര വേഗത്തിലേ വാഹനം പോകാവൂ എന്ന് റോഡുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. ഹൈവേകളിൽ വിശേഷിച്ചും അവിടെ ഇത്ര കിലോമീറ്റർ വേഗത്തിലാണ് ഒരു മണിക്കൂറിൽ യാത്ര ചെയ്യാവൂ എന്നൊരു കണക്കുണ്ടാകും. അതേ സമയത്ത് നമ്മൾ പലരും ആ നിയമങ്ങൾ കാണാറേയില്ല, നമ്മൾ അത് ശ്രദ്ധിക്കാറേയില്ല. അതൊന്നും നമ്മളെ ബാധിക്കുന്ന ഒരു വിഷയമേയല്ല എന്നുള്ള രൂപത്തിലാണ് നമ്മൾ റോഡിലേക്ക് ഇറങ്ങിയാൽ കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങൾ. യഥാർത്ഥത്തിൽ ഒരു സത്യവിശ്വാസി എങ്ങനെയാണ് സഞ്ചരിക്കേണ്ടത്? ശുദ്ധമായ ഖുർആൻ അതിന് കൃത്യമായ മാനദണ്ഡം നമ്മൾക്ക് പറഞ്ഞു തന്നിട്ടില്ലേ? വഖ്സിദ് ഫീ മശീക വഗ്ളുൽ മിൻ സൗതിക, നീ നിന്റെ സഞ്ചാരത്തിൽ മിതത്വം പാലിക്കണമെന്നാണ് വിശുദ്ധമായ ഖുർആനിന്റെ ആഹ്വാനം. വഖ്സിദ് ഫീ മശീക എന്ന് പറഞ്ഞാൽ നിന്റെ നടത്തത്തിൽ നീ മിതത്വം പാലിക്കണമെന്നാണ്. നടക്കുന്നത് നമ്മളുടെ ഒരു സഞ്ചാരമാണ്. നടത്തത്തിൽ മാത്രം പോരാ, നമ്മളുടെ മുഴുവൻ യാത്രകളിലും നമ്മളുടെ ഓരോ സഞ്ചാരത്തിലും മിതത്വം പാലിക്കുക എന്നുള്ളത് സത്യവിശ്വാസിക്ക് നിർബന്ധമായ കാര്യമാണ്. അമിതമായ വേഗത്തിൽ സഞ്ചരിക്കുക എന്നുള്ളത് ഒരു മുഅ്മിന് ചേർന്ന പണിയല്ല. മാത്രമല്ല അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, അത്തഅന്നി മിനല്ലാഹ്, സാവകാശം അത് അല്ലാഹു ഒരു സത്യവിശ്വാസിക്ക് നൽകുന്ന ഒരു ഗുണമാണ്. വൽ അജലതു മിനശ് ശൈത്താൻ, പരിധി വിട്ട വേഗത്തിൽ സഞ്ചരിക്കുന്നത്, ഏത് കാര്യത്തിലും അനാവശ്യമായി ധൃതി കൂട്ടുന്നത് അത് പിശാചിന്റെ ഒരു കെണിയാണ്. ആ പിശാചിന്റെ കെണിയിൽ നമ്മൾ പെട്ടുപോകാൻ പാടില്ല. റോഡ് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ റോട്ടിൽ പലയിടത്തും എഴുതി വെച്ചിട്ടുണ്ടാകും. അതിൽ നമ്മുടെ ഹൃദയത്തിൽ പതിക്കുന്ന ചില വാചകങ്ങളുണ്ട്. ഒരിക്കൽ ഞാനൊരു സ്ഥലത്ത് വായിച്ചതാണ്, ലിമിറ്റ് യുവർ സ്പീഡ്, അതർവൈസ് സ്പീഡ് വിൽ ലിമിറ്റ് യുവർ ലൈഫ്. നിങ്ങളുടെ വേഗത്തിനെ നിങ്ങൾ നിയന്ത്രിക്കുക, അതർവൈസ് അല്ലെങ്കിൽ സ്പീഡ് വിൽ ലിമിറ്റ് യുവർ ലൈഫ്, നിങ്ങളുടെ ജീവിതത്തെ തന്നെ വേഗം അങ്ങ് നിയന്ത്രിച്ചു തീർക്കും, അഥവാ നമ്മൾക്ക് മരണം വരെ സംഭവിച്ചു പോകുമെന്നുള്ള വലിയൊരു വാണിംഗ് ആണ് ആ സന്ദേശം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ വളരെ
ശ്രദ്ധയോടുകൂടിയാണ് വാഹനം ഓടിക്കേണ്ടത്. അമിതമായ വേഗത്തിൽ നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ വളരെ വലിയ അപകടങ്ങൾ അവിടെയുണ്ട്. ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ വാഹനങ്ങളിൽ നമ്മൾ കയറുമ്പോൾ ചെല്ലുന്നൊരു ദിക്റുണ്ട്. ആ ദിക്റിന്റെ അർത്ഥം ഒന്ന് ആലോചിച്ചാൽ മതി, അപ്പോൾ നമുക്ക് നല്ല ബോധം വരും. എന്താ വണ്ടിയിൽ കയറുമ്പോൾ നമ്മൾ ചെല്ലുന്നത്? സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ, ഈ വാഹനത്തെ എനിക്ക് കീഴ്പ്പെടുത്തി തന്ന പടച്ചോനെ നീ എത്ര പരിശുദ്ധനാണ്. വമാ കുന്നാ ലഹു മുഖ്രിനീൻ, ഞങ്ങൾക്കിതൊന്നും കീഴ്പ്പെടുത്താൻ കഴിയില്ലായിരുന്നു. അള്ളാഹുവിന്റെ വലിയ റഹ്മത്ത് കൊണ്ടാണ് ഈ വാഹനങ്ങളെ നമ്മൾക്ക് നിയന്ത്രിക്കാനും കൺട്രോൾ ചെയ്യാനും പറ്റുന്നത്. എല്ലാത്തരം വാഹനങ്ങളും അങ്ങനെയാണ്. നിങ്ങൾ നോക്കൂ, എത്രയോ വലിപ്പമുള്ള ജീവിയല്ലേ ആന, കരയിലെ ഏറ്റവും വലിയ ജീവി. ആ ആനയെ ഇത്തിരി പോലെ പാപ്പാന്മാര് കൊണ്ടു നടക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ? ഒട്ടകത്തിനെയും കുതിരയെയും മനുഷ്യന്മാരെ നിയന്ത്രിക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ? നമ്മൾ എന്തെങ്കിലും ഒരു മോട്ടോർ വാങ്ങുകയാണെങ്കിൽ അതിന്റെ HP ആണ് നമ്മൾ പരിശോധിക്കുക. HP എന്ന് പറഞ്ഞാൽ എന്താ? ഹോഴ്സ് പവർ, അഥവാ കുതിര ശക്തിയാണ് നാട്ടിലെ ഓരോ സാധനത്തിന്റെയും ശക്തി അളക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മാപിനി. ഈ HP ഉണ്ടല്ലോ, ഹോഴ്സ് പവർ, ഈ കുതിര ശക്തി, അത് വല്ലാത്തൊരു ശക്തിയാണ്. പക്ഷെ അത്രയും ശക്തിയുള്ള കുതിരയെ വിവേകം കൊണ്ട് മനുഷ്യന്മാരെ നിയന്ത്രിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ ഒരു ജീവികൾ മാത്രമല്ല, എല്ലാ തരത്തിലുള്ള വാഹനങ്ങളും മനുഷ്യന്മാരെ നിയന്ത്രിക്കുകയാണ്. ഈ വാഹനത്തിൽ കയറുമ്പോൾ തന്നെ നമ്മൾ പറയുന്നത് വമാ കുന്നാ ലഹു മുഖ്രിനീൻ, ഇത് ഞങ്ങളെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്നതായിരുന്നില്ല പടച്ചോനെ, നിന്റെ റഹ്മത്ത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഇത് സാധിച്ചത് എന്നൊരു ദിക്റും ചൊല്ലിയാണ് നമ്മൾ വണ്ടിയിൽ കയറുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ഈ ഡ്രൈവിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഡൈനാമിക് കൺട്രോളിംഗ് ടാസ്കാണ്. ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനത്തിനെ നിയന്ത്രിക്കുക എന്നുള്ളതാണ് ഡ്രൈവിംഗിൽ സംഭവിക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കാത്ത ഒരു വസ്തുത ഇതിന്റെ പിന്നിലുണ്ട്. സാധാരണഗതിയിൽ ഒരു സാധനത്തിനെ നിയന്ത്രിക്കുന്നത് പോലെ ചലനാത്മകമായ നിരന്തരം ഇളകിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനത്തിനെ നിയന്ത്രിക്കാൻ നമുക്ക് പറ്റുകയില്ല. നമ്മൾക്ക് അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം ഞാൻ പറയാം. മണിക്കൂറിൽ 60 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു വാഹനം, അഥവാ ഒരു മണിക്കൂർ കൊണ്ട് 60 കിലോമീറ്റർ ആണ് ഒരു കാർ ഓടിപ്പോകുന്നത്, ഓടിത്തീർക്കുന്ന ദൂരം എന്ന് വെക്കുക. അങ്ങനെയാണെങ്കിൽ 1 മിനിറ്റ് കൊണ്ട് ആ വാഹനം 1 കിലോമീറ്റർ ദൂരം താണ്ടും. 1 മിനിറ്റ് കൊണ്ട് 1 കിലോമീറ്റർ ദൂരം ആ വാഹനം പിന്നിടും. അങ്ങനെയാണെങ്കിൽ 1 സെക്കൻഡിൽ ഈ വാഹനം എത്ര ദൂരം പോകും? 1 സെക്കൻഡ് കൊണ്ട് 16.66 മീറ്റർ ഈ വാഹനം സഞ്ചരിക്കും. അഥവാ ഒരു എളുപ്പത്തിന് പറഞ്ഞാൽ 17 മീറ്റർ ദൂരം 1 സെക്കൻഡ് കൊണ്ട് നമ്മുടെ വാഹനം സഞ്ചരിക്കും. 60 കിലോമീറ്റർ വേഗതയിൽ പോകുന്ന ഒരു വണ്ടിയാണെങ്കിൽ 1 സെക്കൻഡ് കൊണ്ട് അത് താണ്ടിക്കിടക്കുന്നത് 17 മീറ്റർ ആയിരിക്കും. ഇനി നമ്മൾ ചിന്തിക്കുക, വാഹനം ഓടിക്കുന്ന എല്ലാ ആളുകളും അവരുടെ കാല് വെക്കുന്നത് ആക്സിലേറ്ററിലാണ്. വണ്ടി മുന്നോട്ട് പോവാണല്ലോ വേണ്ടത്. അതുകൊണ്ട് തന്നെ ആക്സിലേറ്ററിലുള്ള ഈ കാല് അവിടെ നിന്ന് മാറ്റിയിട്ട് ബ്രേക്കിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യാൻ എത്ര സമയമെടുക്കും? 1 സെക്കൻഡ് സമയമെടുക്കും മിനിമം. സാധാരണഗതിയിൽ 1 സെക്കൻഡ് എടുക്കും, അതിൽ കൂടുക എന്നല്ലാതെ കുറയൂല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളുടെ നാട്ടിലെ റോഡിന്റെ സാഹചര്യം അനുസരിച്ച് തൊട്ട് മുമ്പത്തെ വണ്ടിയുമായിട്ട് 1 മീറ്ററിന്റെ ഡിസ്റ്റൻസ് പോലും ഉണ്ടാകൂല. വണ്ടികൾ ഇങ്ങനെ ചേർന്നാ പോകുന്നത്. പെട്ടെന്നാണ് റോട്ടിൽ ഒരു അപകടം ഉണ്ടാകുന്നത്. നമ്മൾ പോകുന്നത് 60 കിലോമീറ്റർ സ്പീഡിലാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ബ്രേക്കിലേക്ക് കാല് വെക്കാൻ 1 സെക്കൻഡ് എടുക്കും. ആ 1 സെക്കൻഡ് കൊണ്ട് നമ്മുടെ വണ്ടിയോ 17 മീറ്റർ മുന്നോട്ട് പോവുകയും ചെയ്യും. നമ്മൾക്ക് നിയന്ത്രിക്കാൻ പറ്റുമോ? പറ്റില്ല. എന്തുകൊണ്ട്? അത്രയും വേഗത്തിലാണ് നമ്മൾ പോകുന്നത്. ഇനി നമ്മൾ ബ്രേക്ക് വെച്ചാൽ പോലും ഈ വണ്ടി നിൽക്കാൻ ഇത്രയും സമയമെടുക്കും. അഥവാ നമ്മൾ മനസ്സിലാക്കേണ്ടത്, വാഹനം ഓടിക്കുന്ന ഒരു ഡ്രൈവറുടെയും കാലിൽ ഉള്ളത് ബ്രേക്കല്ല, ആക്സിലേറ്റർ ആണ്. അതുകൊണ്ട് തന്നെ ഏത് സമയത്തും ഒരു അപകടം സംഭവിക്കുമെന്നുള്ള ഒരു മുൻകരുതൽ നമ്മൾക്കുണ്ടാവണം. ഇനി നമ്മൾ ബ്രേക്ക് ചവിട്ടിയാൽ തന്നെയും 17 മീറ്റർ ദൂരത്തേക്ക് പോവാനുള്ള 1 സെക്കൻഡ് അതിന്റെ മുന്നേ കഴിഞ്ഞു പോകും. അഥവാ നമ്മളെ ഇത് ഇടിക്കുകയാണെങ്കിൽ 60 കിലോമീറ്റർ വേഗതയിലായിരിക്കും നമ്മൾക്ക് ഈ ഇടി കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന ദിക്റിന്റെ അർത്ഥം ഒന്ന് ആലോചിച്ച് നോക്കി. സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ, ഞങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റൂലായിരുന്നു പടച്ചോനെ, നീയാണ് ഞങ്ങൾക്ക് ഇത് ഒതുക്കി തന്നത് എന്ന ദിക്റും ചൊല്ലിയിട്ടാണ്
നമ്മൾ ഈ വാഹനത്തിന്റെ സീറ്റിലേക്ക് കയറിയിരിക്കുന്നത് തന്നെ. അപ്പോൾ ഈ വാഹന അപകടങ്ങൾ നിയന്ത്രിക്കാൻ ഒന്നാമത് നമ്മൾക്ക് വേണ്ടത് ഓരോ റോഡിലും പറഞ്ഞിട്ടുള്ള മിതമായ വേഗത എത്രയാണോ ആ വേഗതയിൽ നമ്മൾ സഞ്ചരിക്കുക എന്നുള്ളതാണ്. ആ ഒരു വേഗതയിൽ സഞ്ചരിച്ചാൽ പോലും അപകടങ്ങൾ നമ്മളെ മുമ്പിൽ ഉണ്ടാകും. ഏത് സമയത്തും അപകടം നമ്മളെ കാത്തിരിക്കുമെന്നുള്ളൊരു ബോധത്തിലായിരിക്കണം നമ്മൾ ഓരോരുത്തരും വാഹനം ഓടിക്കേണ്ടത്. അപകടമുണ്ടാകുന്നതിന്റെ ഒന്നാമത്തെ കാരണം അമിത വേഗമാണ്. രണ്ടാമത്തെ കാരണം എന്താണ്? മദ്യപിച്ചുകൊണ്ടുള്ള ഡ്രൈവിംഗ് ആണ്. നമ്മൾ മുസ്ലിമീങ്ങൾ മദ്യപിക്കാറില്ല, നമ്മൾക്കത് പറ്റില്ല. എന്നാൽ പോലും നമ്മുടെ രാജ്യത്തെ മനുഷ്യന്മാരിൽ അങ്ങനെ മദ്യപിക്കുന്നവരുണ്ടാകുമല്ലോ. ഈ മദ്യപിക്കുന്നവരുടെ ഡ്രൈവിംഗ് മൂലമാണ് രാജ്യത്ത് നടക്കുന്ന ആക്സിഡന്റുകളിൽ 40% ഉണ്ടാകുന്നത് എന്ന് ഡ്രഗ്സ് കൺട്രോൾ അതോറിറ്റി നമ്മളോട് പറഞ്ഞു തരികയാണ്. മനുഷ്യന്മാരോട് മദ്യപിച്ച് വാഹനം ഓടിക്കരുത് എന്ന് നമുക്ക് പ്രസംഗിക്കാൻ പറ്റും. പക്ഷേ ഈ മദ്യം ആരാണ് ഇവർക്ക് കൊടുക്കുന്നത്? കേരളത്തിന്റെ എല്ലാ മുക്കുമൂലകളിലും ബിവറേജിന്റെ ഔട്ട്ലെറ്റുകളുണ്ട്. നിങ്ങൾ യഥേഷ്ടം വാങ്ങി കുടിച്ചോളൂ എന്നുള്ള രൂപത്തിൽ ഈ കടകൾ മുഴുവനും ഇവിടെ തുറന്നു വെച്ചുകൊണ്ട് ഇനി നിങ്ങൾ തഖ്വയുള്ളവരായി ജീവിക്കണമെന്ന് നമ്മൾ പ്രസംഗിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ആളുകൾക്ക് യഥേഷ്ടം ഇത് വാങ്ങാൻ കിട്ടുന്നു. യാതൊരു തരത്തിലുള്ള നിയന്ത്രണവുമില്ലാതെ ആളുകൾക്ക് ഇത് വാങ്ങാൻ കിട്ടുമ്പോൾ ഇത് വാങ്ങിയിട്ട് യഥേഷ്ടം മനുഷ്യന്മാർ ഉപയോഗിക്കുകയാണ്. ഇങ്ങനെ ഈ സാധനം അകത്ത് കയറ്റിയിട്ട് സ്വബോധമില്ലാതെ ഡ്രൈവ് ചെയ്യുന്നവർ അപകടമുണ്ടാക്കുകയാണ്. നിങ്ങൾ നോക്കൂ, തൃശ്ശൂരിൽ നാട്ടികയിൽ നടന്ന അപകടത്തിൽ ആ ഡ്രൈവറെയും ക്ലീനറെയും പിടിച്ചു. ഡ്രൈവർ മദ്യപിച്ച് ലക്ക് കെട്ട് അയാൾ ക്ലീനർക്ക് വാഹനം ഓടിക്കാൻ കൊടുത്തു. ക്ലീനർക്ക് ലൈസൻസ് പോലുമില്ല. രണ്ടുപേരും കുടിച്ചു പൂസായിട്ടുണ്ട്. എന്നിട്ടാണ് ഈ വണ്ടി ഓടിക്കുന്നത്. ഓടിച്ചിട്ട് കിടന്നുറങ്ങുന്ന മനുഷ്യന്മാരുടെ ശരീരത്തിലേക്ക് നിഷ്കരുണം അങ്ങ് ഓടിച്ചു കയറ്റണമെങ്കിൽ ബോധമുള്ളവന് പറ്റുമോ? കിടന്നുറങ്ങുന്ന മനുഷ്യന്മാരെ, പിഞ്ചു മക്കളുടെ 5 മനുഷ്യന്മാരെയാണ് ആ ഡ്രൈവർ അദ്ദേഹത്തിന്റെ അശ്രദ്ധ കൊണ്ട് മദ്യത്തിന്റെ ലഹരിയിൽ കൊലപ്പെടുത്തി കളഞ്ഞത്. അതുകൊണ്ട് വിശുദ്ധമായ ഇസ്ലാമിന് നിയമമുണ്ടല്ലോ, വണ്ടി ഓടിക്കുമ്പോഴെന്നല്ല ഒരു നേരത്തും ലഹരി നമ്മുടെ അകത്ത് കയറാൻ പാടില്ല. വിശുദ്ധമായ ഖുർആൻ ഗൗരവത്തിലെ കാര്യം പറയുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാം റിജ്സും മിൻ അമലി ശൈത്വാൻ. ഈ ലഹരി പിശാചിന്റെ കെണിയാണ്. ഫജ്തനിബൂഹു, നിങ്ങൾ അത് തൊട്ടുപോകരുത്, അതിനെ ഉപേക്ഷിക്കണമെന്ന് ഗൗരവത്തിൽ ഖുർആൻ പറഞ്ഞതല്ലേ. ആ നിയമം പാലിക്കാൻ നമ്മൾ നിർബന്ധമായും ബാധ്യസ്ഥരാണ്. നമ്മൾ അത് ചെയ്തേ പറ്റൂ. ഇനി നിങ്ങൾ നോക്കൂ, അപകടമുണ്ടാക്കുന്നതിന്റെ മൂന്നാമത്തെ കാരണം അശ്രദ്ധമായ ഡ്രൈവിംഗ് ആണ്. വണ്ടി ഓടിക്കുന്ന ആൾക്ക് ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ ഈ പോകുന്ന വേഗതയിൽ ഏത് സമയത്തും എപ്പോഴും ഒരു അപകടം വരാമെന്ന ബോധമുണ്ടാവണം. അതുകൊണ്ട് തന്നെ എപ്പോഴും നല്ല കണ്ണ് തുറന്നു നിൽക്കണം, മുന്നിലേക്ക് നോക്കിക്കൊണ്ടിരിക്കണം. പക്ഷേ പല സ്ഥലത്തും ഡ്രൈവർമാരുടെ അശ്രദ്ധ മൂലമാണ് അപകടങ്ങൾ ഉണ്ടാകുന്നത്. പല ഡ്രൈവർമാരും വണ്ടി ഓടിക്കുന്നതിന്റെ ഇടയിൽ തൊട്ടപ്പുറത്തിരിക്കുന്ന ആളിലേക്ക് തിരിഞ്ഞു നോക്കും. ആ തിരിഞ്ഞു നോക്കി അവരോട് വിശേഷങ്ങൾ പറയും, സംസാരിക്കും, തമാശകൾ പറയും. ഓരോ സെക്കൻഡിലും 17 മീറ്ററാണ് മുന്നോട്ട് പോകുന്നത്. നമ്മളൊന്ന് തിരിഞ്ഞ് ഇങ്ങോട്ട് എടുക്കുമ്പോഴേക്കും അതാ ഈ 17 മീറ്റർ മുന്നിലോട്ട് നമ്മുടെ ശ്രദ്ധയില്ലാതെ പോകുന്നുണ്ട്. അതൊരു പ്രശ്നമാണ്. അതുകൊണ്ട് മുന്നിലേക്ക് നോക്കാതെയുള്ള ഡ്രൈവിംഗ്, അതോടൊപ്പം വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഭക്ഷണം കഴിക്കുക, അതിന്റെ ഇടയിൽ ഫോൺ വിളിക്കുക, ഇതൊക്കെ മനുഷ്യന്മാരുടെ ശ്രദ്ധ തെറ്റിക്കുന്ന ഏർപ്പാടാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, വിശുദ്ധമായ ഖുർആൻ നമ്മളോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഒരു മനുഷ്യനും 2 ഹൃദയമില്ല. ഒരാൾക്ക് 2 ഹൃദയമില്ല. നിങ്ങൾ ഫോൺ വിളിയിലാണ് കോൺസെൻട്രേഷൻ എങ്കിൽ വണ്ടി ഓടിക്കുകയാണെന്നുള്ള ബോധമൊക്കെ നിങ്ങൾക്ക് പോകും. അതുകൊണ്ട് തന്നെ ഈ വാഹനം ഓടിക്കുന്നതിന്റെ ഇടയിൽ ശ്രദ്ധ തെറ്റുന്ന ഒരു ഏർപ്പാടിലേക്കും നിങ്ങൾ പോവരുത്. നിങ്ങളുടെ ശരീരത്തിനെ നിങ്ങൾ നാശത്തിലേക്ക് കൊണ്ടുപോയി തള്ളരുത് എന്ന് ഖുർആനിന്റെ കൽപ്പനയുണ്ട്. വലാ തുൽഖൂ ബിഐദീകും ഇല തഹ്ലുക, നിങ്ങളുടെ ശരീരത്തിനെ നിങ്ങൾ നാശത്തിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല എന്ന്. അതുകൊണ്ട് ഒരു തരത്തിലും അശ്രദ്ധമായ ഡ്രൈവിംഗ് ഒരു സത്യവിശ്വാസിയിൽ നിന്നുണ്ടാകാൻ പാടില്ല. ആരിൽ നിന്നുണ്ടാകാൻ പാടില്ല? നമ്മൾ മുസ്ലിമീങ്ങൾ ഈ വിഷയത്തിൽ കൂടുതൽ ജാഗ്രതയുള്ള ആളുകളായിരിക്കണം. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട നാട്ടിൽ നടക്കുന്ന റോഡ് അപകടങ്ങളിൽ 4ാമത്തെ ഒരു കാരണം റോഡിന്റെ ശോചനീയമായ അവസ്ഥയാണ്. നമ്മുടെ നാടുകളിൽ പ്രാദേശികമായ റോഡുകൾ ഏറെക്കുറെയൊക്കെ പൊളിഞ്ഞു കഴിഞ്ഞു. കാരണം നമ്മുടെ നാടിന്റെ സാഹചര്യം അങ്ങനെയാണ്. 6 മാസം തിമിർത്ത് മഴ പെയ്യുന്ന നാടാണ് നമ്മുടെ നാട്. ചില സമയങ്ങളിൽ മഴക്കൊന്നും ഒരു നിയന്ത്രണം ഉണ്ടാവൂല.
ഈ ഡിസംബറിലൊക്കെയും നന്നായി മഴ പെയ്തത് നമ്മൾക്കറിയാം. മഴ പെയ്യേണ്ട സീസണുകളിലും അല്ലാത്തപ്പോഴുമൊക്കെ കൂലം കുത്തി ഒഴുകി മഴ വരുമ്പോൾ ഈ റോഡുകൾക്കൊന്നും നിലനിൽപ്പുണ്ടാവൂല. അല്ലെങ്കിലും പല റോഡുകളും വെറും കറുത്ത ചായം തേച്ച് പോകുക എന്നതിനപ്പുറം അതിന്റെ സേഫ്റ്റിക്കൊന്നും ഒരു തരത്തിലുള്ള ശ്രദ്ധയും കൊടുക്കുന്നില്ല. നമ്മൾക്കത് നോക്കാനും നേരമില്ല. നിങ്ങൾ നോക്കൂ, നമ്മുടെ ഈ പള്ളിയുടെ തൊട്ട് മുമ്പിൽ ഇങ്ങനെ പോകുന്ന ഈ റോഡിന്റെ പകുതി ഭാഗവും പൊളിഞ്ഞു കിടപ്പാണ്. നമുക്ക് ആർക്കെങ്കിലും വല്ല പരാതിയുണ്ടോ? എത്ര കാലമായി നമ്മൾ ഈ റോഡ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു? നമ്മൾക്കാർക്കും ഒരു പരാതിയില്ല. അതൊന്ന് നന്നാക്കണമെന്ന് അധികാരികളോട് പറയാൻ പോലും നമ്മൾക്കാർക്കും ഒരു തരത്തിൽ നമുക്കൊന്നും സമയമല്ല. എന്തൊക്കെ തിരക്കുണ്ട് നമ്മൾക്ക്. അതിനിടയിൽ റോഡിന്റെ കാര്യം നോക്കാൻ ആർക്കാ നേരം? പക്ഷേ ഈ റോഡ് എത്രമാത്രം അപകടം ഉണ്ടാക്കുന്നുണ്ട്, എത്രമാത്രം വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. റോഡുകൾ പലയിടത്തും പൊളിഞ്ഞു പോയിട്ടുണ്ട്. റോഡ് കുറ്റമറ്റ രൂപത്തിൽ പണിയാൻ അധികാരികൾക്ക് നേരമില്ല. ഇനി എന്നെങ്കിലും എവിടെങ്കിലും ഒരു നല്ല റോഡ് ഉണ്ടാക്കിയാൽ അപ്പൊ തന്നെ തക്കം പാർത്ത് വാട്ടർ അതോറിറ്റിന്റെ ആളിങ്ങനെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ടാവും. പണി കഴിഞ്ഞാൽ പിറ്റേന്ന് വരും. കൃത്യസമയത്ത് ഇവർക്ക് ആരത് വിവരം കൊടുക്കണമെന്ന് അറിയില്ല. റോഡ് നന്നാക്കിയ പിറ്റേന്ന് JCB ആയിട്ട് വന്ന് മാന്താൻ വരും. എന്നിട്ട് ആ റോഡ് പൊളിക്കും. നല്ല ഒരു റോഡ് നാട്ടിൽ ഉണ്ടാവരുത് എന്നെന്തോ വാശിയുള്ളത് പോലെയാണ് പലപ്പോഴും അവർ പെരുമാറുന്നത്. ഈ റോഡ് ഇത്തരം അപകടം പിടിച്ച റോഡുകളാണ് നമ്മുടെ നാട്ടിലേത്. അതുകൊണ്ട് തന്നെ ഈ റോഡിലൂടെ വാഹനം ഓടുമ്പോൾ അപകടമുണ്ടാവുന്നത് സ്വാഭാവികമാണ്. അതുകൊണ്ട് നമ്മുടെ നാട്ടിലെ റോഡിന്റെ അവസ്ഥ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. റോഡിൽ ഒരു തരത്തിലുമുള്ള മാലിന്യങ്ങൾ നമ്മളായിട്ട് കൊണ്ടുപോയിടരുത്. ഒരു വഴി തടസ്സവും നമ്മൾ ഉണ്ടാക്കാൻ പാടില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, അൽ ഈമാനു ബിദ്ഉൻ വസബഊന ശുഅബ. ഈമാൻ എന്ന് പറഞ്ഞാൽ കുറേ ഭാഗങ്ങളുണ്ട്. നമ്മൾ കലിമ ചൊല്ലി മൂമിനാവുന്നുണ്ട് എങ്കിലും ഒരാളുടെ ഈമാൻ പൂർണ്ണമാകുന്നത് അതിന്റെ എല്ലാ ഭാഗങ്ങളും അയാൾ കംപ്ലീറ്റ് ആക്കുമ്പോഴാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയാൻ, വഅഫ്ളലുഹാ ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈമാനിന്റെ ഒന്നാമത്തെ കണിക, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് കലിമത്തു തൗഹീദ് തന്നെയാണ്. വഅദ്നാഹാ ഇമാതത്തുൽ അദാനി ത്വരീഖ്. ഈമാനുള്ളതിന്റെ ഏറ്റവും ചെറിയ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ വഴി തടസ്സങ്ങളെ നീക്കുക എന്നുള്ളതാണ്. റോട്ടിൽ എന്തെങ്കിലും ഒരു തടസ്സം ശ്രദ്ധയിൽപ്പെട്ടാൽ ആ തടസ്സം നീക്കുന്നത് ആരായിരിക്കും? അത് ഈമാനുള്ളവനായിരിക്കും. ഒരാൾക്ക് ഈമാനുണ്ട് എങ്കിൽ അതിന്റെ ഏറ്റവും ചെറിയ അടയാളമാണെന്ത്? റോട്ടിലെ തടസ്സം നീക്കുക. നമ്മളെന്താ ചെയ്യുക? ഞാൻ ഇന്നലെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലേക്ക് വരുമ്പോ റോട്ടിൽ മുഴുവനും റോഡിന്റെ രണ്ട് സൈഡിലും, റോട്ടിൽ തന്നെയാണ്, റോട്ടിന്റെ രണ്ട് സൈഡിലും ബൈക്കുകൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. റോട്ടിലാണ് ഈ ബൈക്കുകൾ മുഴുവനും പാർക്ക് ചെയ്തിട്ടുള്ളത്. അഥവാ റോഡിന്റെ രണ്ട് വശത്തും ഇതേപോലെ ബൈക്കുകൾ പാർക്ക് ചെയ്താൽ ആ റോട്ടിൽ തിരക്കുണ്ടാവൂലേ? എന്നാ പിന്നെ നമ്മൾ ഇതിലെ നടക്കും? ഫുട്പാത്തിലൂടെ നടക്കും. ഫുട്പാത്തിൽ മുഴുവനും കച്ചവടമാണ്. ഈ വിധത്തിൽ വഴി തടസ്സമുണ്ടാക്കുന്ന കച്ചവടങ്ങളും പാർക്കിങ്ങുകളും നമ്മൾ വിശ്വാസികൾ ചെയ്യാൻ പാടില്ല. ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്, നമ്മുടെ ഈ പള്ളിയുടെ മുൻഭാഗത്ത് പാർക്ക് ചെയ്യാൻ ഇഷ്ടംപോലെ സൗകര്യമുണ്ട്. നമ്മുടെ പള്ളിയുടെ ഹാളിന്റെ മുമ്പിൽ ഇഷ്ടംപോലെ പാർക്കിംഗ് സൗകര്യമുണ്ട്. മദ്രസയുടെ മുമ്പും നമ്മൾ വെള്ളിയാഴ്ച തുറന്നു വെക്കും, ആളുകൾ വാഹനം പാർക്ക് ചെയ്തോട്ടെ എന്ന് കരുതിയിട്ട്. പക്ഷെ നമ്മളെവിടെ പാർക്ക് ചെയ്യാം? നമ്മൾ റോട്ടിലേ പാർക്ക് ചെയ്യുള്ളൂ. റോട്ടിലെ നമ്മൾ പാർക്ക് ചെയ്യുകയുള്ളൂ. ഇപ്പോഴും നിങ്ങൾക്ക് പോയാൽ കാണും, ഈ നമ്മളിവിടെ ജുമാ കൂടുമ്പോഴും ഈ റോട്ടിലൂടെ എത്രയോ വാഹനങ്ങൾ പോകുന്നുണ്ട്. ആ പോകുന്ന വാഹനങ്ങൾക്ക് അസൗകര്യമുണ്ടാക്കാൻ പാടുണ്ടോ? മൂമിനിന്റെ സ്വഭാവം എന്താ? ഈമാനുള്ളവനാണെങ്കിൽ, അല്പമെങ്കിലും ഈമാനുള്ളവനാണെങ്കിൽ അവന്റെ അടയാളമാണ് ഇമാതത്തുൽ അദാനി ത്വരീഖ്. വഴിയിലെ തടസ്സങ്ങൾ മാറ്റിക്കൊടുക്കുക എന്നുള്ളത് ഈമാനുള്ളവന്റെ ലക്ഷണമാണ്. അപ്പൊ നമ്മൾ നമ്മുടെ കാറോ അല്ലെങ്കിൽ ബൈക്കോ അവിടെ നിർത്തിയിട്ടു, അതിനുശേഷം എത്രയോ വലിയ വാഹനങ്ങൾ ഇതിൽ പോകുന്നു. ആ പോകുന്ന വാഹനങ്ങൾക്ക് കടന്നു പോകാനുള്ള വഴി പിന്നെ ലഭ്യമല്ല എങ്കിൽ നമ്മളുടെ ഈമാനിന്റെ കാര്യത്തിൽ നമ്മൾ പേടിക്കേണ്ടതുണ്ട്. കാരണം ഒരു മൂമിനായ മനുഷ്യൻ വേറൊരാളുടെ വഴി തടസ്സപ്പെടുത്തുകയില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. റോഡ് തകർച്ചയെ പറ്റി നമ്മൾ പറഞ്ഞു. റോഡിൽ ഉണ്ടാകുന്ന അപകടങ്ങൾ, മാലിന്യങ്ങൾ അത് മാറ്റണം, അതിൽ തടസ്സങ്ങൾ മാറ്റണം, നമ്മുടെ ഉത്തരവാദിത്തമാണത്. അതോടൊപ്പം ന്യൂ ജനറേഷൻ അപകടങ്ങൾ നമ്മുടെ നാട്ടിൽ വ്യാപകമാവുകയാണ്. അപകടങ്ങൾക്ക് എന്ത് ന്യൂ ജനറേഷൻ ആണെന്ന് നമ്മൾ ചിന്തിക്കും. അതെ, കഴിഞ്ഞ ആഴ്ചയും നമ്മുടെ നാട്ടിൽ ഒരു ചെറുപ്പക്കാരൻ മരിച്ചു. എന്താണ്? ലക്ഷറിയസ് ആയിട്ടുള്ള ഒരു വാഹനം അമിതമായ വേഗത്തിൽ ഓടിച്ചു വരികയാണ്. ആ ഓടിച്ചു വരുന്നത് ചിത്രീകരിച്ച് അവന് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യണം. ആ സോഷ്യൽ മീഡിയയിൽ റീൽസ് ഇടാൻ വേണ്ടിയിട്ട് അമിത വേഗത്തിൽ ഓടിച്ചു വന്ന വാഹനം എടുത്തിട്ട് കാറ് അത് റെക്കോർഡ് ചെയ്യുന്ന ക്യാമറമാനെ തന്നെ കുത്തിക്കൊന്നു. ക്യാമറമാൻ തന്നെ മരിച്ചുപോയി. നിങ്ങൾ നോക്കൂ, ഇത് വളരെ വ്യാപകമാണ്.
എന്തെങ്കിലും കോപ്രായങ്ങൾ കാണിക്കുക. ഓരോ വാഹനങ്ങളും ഉണ്ടാക്കുന്ന അതിന്റെ കമ്പനികൾക്ക് അതിൽ ഒരു ഇരുമ്പിന്റെ കഷ്ണം ഏറെ കൊടുക്കണമെങ്കിൽ അതിന് പെർമിഷൻ കിട്ടണം. നമ്മൾ മനസ്സിലാക്കുന്നുണ്ടോ ഇതൊക്കെ നിസ്സാരമായ കാര്യമാണ് എന്ന്? നമ്മൾ വാഹനത്തിന്റെ കളർ മാറ്റുന്നത് പോലെയല്ല, വാഹനത്തിന്റെ ഘടന തന്നെ മാറ്റുന്ന ഒരു ആൾട്ടർനേഷനും ചെയ്യാൻ പാടില്ല. അത് നമ്മൾക്ക് അപകടമാണ്. പറയുമ്പോൾ നമ്മൾക്ക് കളിയായിട്ട് തോന്നും, തമാശയായിട്ട് തോന്നും. പക്ഷേ എന്താ സംഭവിക്കുന്നതെന്നറിയോ? ഓരോ വാഹനത്തിന്റെയും എഞ്ചിനാണല്ലോ അതിനെ ചലിപ്പിക്കുന്നത്. ആ എഞ്ചിൻ കപ്പാസിറ്റി അനുസരിച്ച് ഇതിൽ ഇത്ര ആളുകളെ ഇരിക്കാവൂ, ഇതിന് ഇത്ര ഭാരമേ ഉണ്ടാകാവൂ. ഈ ടെസ്റ്റുകൾ മുഴുവനും പാസ്സായതിന്റെ ശേഷമാണ് റോട്ടിലേക്ക് ഒരു വാഹനം ഇറക്കാൻ കമ്പനിക്ക് ഗവൺമെന്റ് അനുവാദം കൊടുക്കുന്നത്. നമ്മൾ അത് കൊണ്ടുവന്നിട്ട് അതിന്റെ ബോഡിയിൽ മാറ്റങ്ങൾ വരുത്തി, അതിന്റെ ടയറിൽ മാറ്റം വരുത്തി, പലർക്കും പലതരത്തിലുള്ള അപകടം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ആൾട്ടർനേഷൻ നമ്മൾ നടത്തി. എന്നിട്ട് നമ്മൾ ചോദിക്കും, ഇതൊക്കെ പൈസ കൊടുത്ത് ഞാൻ വാങ്ങിയതല്ലേ, ഗവൺമെന്റ് തന്നെ അനുവദിച്ച സാധനങ്ങളല്ലേ ഈ വിൽക്കുന്നത്, അപ്പൊ പിന്നെ ഞാൻ വാങ്ങി ഫിറ്റ് ചെയ്തതിന് എന്തിനാണ് എനിക്ക് ഫൈൻ ഇടുന്നത് എന്നൊക്കെ നമ്മൾക്ക് ന്യായമുണ്ടാകും. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയുണ്ട്. ഈ വാഹനം ഈ രൂപത്തിൽ ഒരുപാട് ടെസ്റ്റുകൾ പാസ്സായി പുറത്തിറങ്ങിയതിന്റെ പിന്നാലെ നമ്മൾ അതിൽ മാറ്റങ്ങൾ വരുത്തുമ്പോൾ ഈ വാഹനത്തിന്റെ നിർമ്മാതാക്കൾ പറഞ്ഞൊരു സേഫ്റ്റിയും പിന്നീട് നമുക്ക് കിട്ടുകയില്ല. നമ്മൾ ചിന്തിച്ചു നോക്ക്, 1 ലക്ഷം രൂപ കൊടുത്താൽ നമ്മുടെ നാട്ടിൽ കാറ് വാങ്ങാൻ കിട്ടും, സെക്കൻഡ് കാർ കിട്ടും. 1 കോടിയുടെ കാറും നമ്മുടെ നാട്ടിലില്ലേ? ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ കാറുകളില്ലേ? ഈ വാഹനങ്ങളുടെ വില കൂടുന്നത് അതിന്റെ എംബ്ലം പതിച്ചതിന്റെ പേരിലാണോ? അല്ലല്ലോ. ആ വാഹനങ്ങൾ ലഭ്യമാക്കുന്ന ഫീച്ചറുകളുടെ അടിസ്ഥാനത്തിലാണ് ആ കാറിന് അത്രയും വില കൂടുന്നത്. ഇപ്പോ 6 സീറ്റുള്ള ഒരു വാഹനം, ആ 6 സീറ്റുള്ള വാഹനത്തിന്റെ 6 സീറ്റിനും എയർ ബാഗ് ഉണ്ട് എങ്കിൽ അപ്പോൾ ആ എയർ ബാഗ് ഉള്ളതിനനുസരിച്ച് ആ വാഹനത്തിന്റെ വില കൂടും. ഒരു എയർ ബാഗ് മാത്രമുള്ള വാഹനത്തിനുള്ള വിലയല്ല, ഒരുപാട് എയർ ബാഗുകളും ഒരുപാട് സേഫ്റ്റി ഫീച്ചറുകളുമുള്ള വാഹനത്തിനുണ്ടാവുക. പക്ഷേ ഇത്രയും കോടിക്കണക്കിന് രൂപ കൊടുത്ത് നമ്മൾ വാങ്ങുന്ന ഈ വാഹനത്തിന്റെ സേഫ്റ്റി ഫീച്ചറുകൾ വർക്ക് ചെയ്യണമെങ്കിൽ മിനിമം നമ്മൾ ചെയ്യേണ്ടത് ആ സീറ്റ് ബെൽറ്റ് ഒന്ന് കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ അത് ചെയ്യൂല, സീറ്റ് ബെൽറ്റ് ഇടൂല. സീറ്റ് ബെൽറ്റ് ഇട്ടില്ലെങ്കിലോ ഈ എയർ ബാഗ് ഇട്ട് വർക്ക് ചെയ്യുകയുമില്ല. അപ്പോൾ പിന്നെ നമ്മൾ ഈ കോടിക്കണക്കിന് രൂപ കൊടുത്ത് എന്തിനാണ് ഈ വാഹനം വാങ്ങിയത്? ലക്ഷങ്ങൾ ചെലവാക്കിയിട്ട് നമ്മൾ ഇത്രയും സേഫ്റ്റി ഫീച്ചറുകൾക്കാണല്ലോ ഈ കാശ് കൊടുത്തത്. പക്ഷേ അത് നമ്മൾക്ക് ഗുണകരമാവണമെങ്കിൽ അവർ പറയുന്ന മാനുവലിൽ പറയുന്ന കാര്യങ്ങൾ കൂടി പാലിക്കാൻ നമ്മൾക്ക് ബാധ്യതയില്ലേ? ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, സത്യവിശ്വാസികൾ എന്നുള്ള നിലക്ക് നമ്മൾക്ക് വലിയ ഉത്തരവാദിത്തങ്ങളുണ്ട്. നമ്മളുടെ ശരീരത്തിനെ നമ്മൾ അപകടത്തിൽ കൊണ്ടുപോയിടരുത്. വേറൊരു മനുഷ്യനിലേക്ക് നമ്മൾ വലിയ ആഡംബര വാഹനമുള്ള ആളാണെന്ന് കരുതിയിട്ട് മറ്റുള്ള മനുഷ്യന്മാരെ മേത്തേക്ക് നെഞ്ചത്തേക്ക് കയറുന്ന ഏർപ്പാടും നമുക്കുണ്ടാകാൻ പാടില്ല. ഈ റോട്ടിൽ നടക്കുന്ന മനുഷ്യന്മാരുണ്ടാകും, സൈക്കിൾ ഓടിക്കുന്ന ആളുകളുണ്ടാകും. ആ ആൾക്ക് എത്ര അവകാശമാണ് ഉള്ളത്? ആ അവകാശം മാത്രമേ ഒരു ബസ് ഓടിക്കുന്ന ആൾക്കും ഒരു ലോറി ഓടിക്കുന്ന ആൾക്കും ഒരു 3 കോടിന്റെ കാർ ഓടിക്കുന്ന ആൾക്കുള്ളൂ. എന്റെ വണ്ടി വില കൂടിയ വണ്ടിയാണെന്ന് കരുതി റോട്ടിൽ നടന്നു പോകുന്നവനെ അവഗണിക്കാനും നിൽക്കരുത്. എന്റെ ബസ് വലിയ ബസ്സാണ്, 19 ആളുള്ള ബസ്സാണ്, അതുകൊണ്ട് എനിക്കൊരു നിയമവും പാലിക്കണ്ട എന്നൊരു ബസ്സുകാരനും അല്ലെങ്കിൽ ഒരു ലോറിക്കാരനും കരുതാൻ പാടില്ല. അത് ഞാൻ പറഞ്ഞത്, ഇതിലെ നടന്നു പോകുന്ന ഒരു മനുഷ്യൻ അല്ലെങ്കിൽ സൈക്കിൾ ഓടിച്ചു പോകുന്ന ഒരു മനുഷ്യൻ, അയാൾക്ക് റോഡിൽ എത്ര അവകാശമാണ് ഉള്ളത്? ആ അവകാശം മാത്രമേ ഓരോ മനുഷ്യന്മാർക്കുള്ളൂ. കാരണം ഇതൊരു പൊതു സ്വത്താണ്. നമ്മൾ ആരുടെയും വീട്ടിലൂടെ ഉണ്ടാക്കിയ റോഡല്ലല്ലോ, ഇത് മുഴുവൻ മനുഷ്യന്മാർക്കും ഒരുപോലെ അവകാശപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വലിയ ശ്രദ്ധയുള്ള ആളുകളായിരിക്കണം. നമ്മളൊരു ബ്ലോക്കിൽ പെട്ടാൽ നമ്മൾ എന്താ ചെയ്യാം? ബ്ലോക്ക് പെട്ടാൽ തീരെ കാത്തിരിക്കാനുള്ള ക്ഷമ നമ്മൾക്ക് ഉണ്ടാവൂല. നമ്മൾ പിന്നെ ട്രാക്ക് ഒന്നും നോക്കൂല. എതിർദിശയിൽ വരാനുള്ള വാഹനങ്ങളുടെ ട്രാക്ക് ഒഴിഞ്ഞെടുക്കുണ്ടാവും, നമ്മൾ അങ്ങോട്ട് കുത്തിക്കയറ്റും. പിന്നെ എന്താ സംഭവിക്കുക? 5 മിനിറ്റ് കൊണ്ട് തീർന്നു കിട്ടേണ്ട ഒരു ബ്ലോക്ക് നമ്മളത് 5 മണിക്കൂറാക്കി മാറ്റിക്കൊടുക്കും. ക്ഷമയില്ലായ്മ കൊണ്ട് അപകടങ്ങൾ നമ്മൾ തന്നെ വിളിച്ചു വരുത്തുകയല്ലേ? അതുകൊണ്ട് സത്യവിശ്വാസി ശരിക്കും വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ ഗൗരവത്തിൽ നമ്മളോട് പറയാണ്, ഇയ്യാകും വൽ ജുലൂസ അല തുറുഖാത്ത്, നിങ്ങൾ വഴിയോരത്ത് ഇരിക്കരുത് എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയാൻ. വഴി തടസ്സപ്പെടുത്തിയിട്ട് അവിടെ ഇരിക്കുക, മറ്റുള്ള ആളുകൾക്ക് അതിലെ പോവാനുള്ള സാഹചര്യം നിങ്ങൾ തടസ്സപ്പെടുത്തുക, അങ്ങനെ ചെയ്യാൻ പാടില്ല. സഹീഹുൽ ബുഖാരിയുടെ ഹദീസാണ്. അപ്പോൾ നിങ്ങൾ റോട്ടിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ സൂക്ഷിക്കണമെന്നാണ് ഇസ്ലാമിൻ്റെതാക്കിയത്. അപ്പൊ സഹാബത്ത് പറഞ്ഞു, ഫഖാലു മാലനാ ബുദ്ദുൻ ഇന്നമാ ഹിയ മജാലിസുനാ, നബിയെ ഞങ്ങൾക്ക് റോട്ടിൽ ഇറങ്ങാൻ പറ്റൂല, ഞങ്ങൾക്ക് പലരെയും കാണേണ്ടി വരും, പല ആളുകളോടും സംസാരിക്കേണ്ടി വരും, അതുകൊണ്ട് റോട്ടിലേക്ക് ഇറങ്ങാൻ പ്രയാസമാണ്. അപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഇനി നിങ്ങൾക്ക് അവിടെ പോയേ പറ്റൂ എന്നാണോ? സ്വഹീഹുൽ ബുഖാരിയ പറയുന്നത്, റോഡിന്റെ റൂൾസുകൾ നിങ്ങൾ പാലിക്കണമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി.
നിങ്ങൾക്ക് വഴിയിലേക്ക് പോയേ പറ്റൂ എന്നാണോ? ആ വഴിയിൽ പാലിക്കേണ്ട മര്യാദകൾ ഉണ്ടാകും, ആ മര്യാദകൾ നിങ്ങൾ പാലിക്കണം. അല്ലാഹുവിന്റെ റസൂൽ പറയാൻ. അപ്പൊ സഹാബത്ത് ചോദിച്ചു, എന്താ റോട്ടിൽ പാലിക്കേണ്ട അദബുകൾ? റസൂലുള്ളാഹി തങ്ങൾ കുറച്ചു കാര്യങ്ങൾ എണ്ണി പറഞ്ഞു. ഒന്ന് ഗദ്ദുൽ ബസർ, കാണാൻ പാടില്ലാത്തതൊക്കെ റോട്ടിലുണ്ടാകും, എല്ലാം നോക്കാൻ നിൽക്കണ്ട, കാണാൻ പാടില്ലാത്തത് കാണാതിരിക്കുക. രണ്ടാമത്തേത് കഫുൽ അദാ, റോട്ടിൽ എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അത് മാറ്റിക്കൊടുക്കുക, ബ്ലോക്ക് ഉണ്ടാക്കരുത്. ഒരു സത്യവിശ്വാസിയോട് അല്ലാഹുവിന്റെ റസൂലിന്റെ കൽപ്പനയാണ്, ബ്ലോക്ക് നിങ്ങൾ മാറ്റണം, തടസ്സങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾ അത് നീക്കം ചെയ്യണം. അത് വഴിയോട് സത്യവിശ്വാസി കാണിക്കേണ്ട ബാധ്യതയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വറദ്ദുസ്സലാം, നിങ്ങളോട് സലാം പറഞ്ഞാൽ ആ സലാം മടക്കുക എന്നുള്ളതും വഴിയിൽ നിൽക്കുന്ന മനുഷ്യന്റെ ബാധ്യതയാണ്. നാലാമത് റസൂലുള്ളാഹി തങ്ങൾ പറയുന്നത് വഅംറും ബിൽ മഅറൂഫി വനഹ്യുൻ അനിൽ മുൻകർ, നല്ല കാര്യങ്ങൾ കൽപ്പിക്കുക, മോശം കാര്യങ്ങൾ ജനങ്ങളിൽ നിന്ന് വിരോധിക്കുകയും ചെയ്യുക, അതും വഴിയിൽ നിൽക്കുന്നവന്റെ ബാധ്യതയാണ്. എപ്പോഴും വലിയ ശ്രദ്ധയും വലിയ ബോധവും നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ടാവേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് എല്ലാവർക്കും വലിയ കാവൽ നൽകുമാറാവട്ടെ. ഒരു മനുഷ്യന് 4 ഭാഗ്യങ്ങളുണ്ട് എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്. 4 ഭാഗ്യങ്ങളുള്ള ഒരു മനുഷ്യന് ഭാഗ്യമാണ്. ഒന്ന് അൽ മർഅത്തു സ്വാലിഹ, നല്ല സച്ചരിതയായ ദീനീ ബോധമുള്ള ഒരു പെണ്ണുണ്ടാവുക, ഒരു ഇണയുണ്ടാവുക ഒരാളുടെ ഭാഗ്യമാണ്. വൽ മസ്കനുൽ വാസിഅ, ആവശ്യത്തിന് വിശാലതയുള്ള ഒരു വീട് മനുഷ്യന്റെ ഭാഗ്യമാണ്. വൽ ജാറു സ്വാലിഹ്, നല്ലൊരു അയൽവാസി ഉണ്ടാകുന്നതും ഭാഗ്യമാണ്. വൽ മർകബുൽ ഹനീ, നിങ്ങൾക്ക് പര്യാപ്തമായ ഒരു വാഹനം ഉണ്ടാവുക എന്നുള്ളതും ഒരു ഭാഗ്യമാണ്. ഈ 4ന്റെയും വിപരീത കാര്യങ്ങളും റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. 4 കാര്യങ്ങളിൽ ഒരു മനുഷ്യന്റെ പരാജയമാണ്. മോശപ്പെട്ട അയൽവാസി ഉണ്ടാവുക, വൃത്തികെട്ട സ്വഭാവമുള്ള പെണ്ണുണ്ടാവുക, അങ്ങേയറ്റം ഇടുങ്ങിയ ഒരു വീടുണ്ടാവുക, അതൊക്കെയും ഒരാളുടെ വലിയ അപകടമാണ്, വലിയ പരാജയമാണ്. നാലാമത് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു വൽ മർകബു സൂ, ഫിറ്റ്നസ് ഇല്ലാത്ത ഒരു വണ്ടി നിങ്ങൾക്ക് ഉണ്ടാവുക എന്നുള്ളത് നിങ്ങളെ പരാജയമാണെന്ന്. ഒരു മനുഷ്യന് നല്ല വണ്ടി ഉണ്ടാവണം, നല്ല വാഹനം ഉണ്ടാകുമ്പോഴാണ് അദ്ദേഹം ആഗ്രഹിക്കുമ്പോൾ ബ്രേക്ക് ചവിട്ടിയാൽ നിൽക്കുള്ളൂ. അതുകൊണ്ട് വാഹനത്തിന് ഫിറ്റ്നസ് ഉണ്ടാവുക എന്നുള്ളത് ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ച് അത് ബാധ്യതയാണ്, നിർബന്ധമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, പോലീസുകാർക്ക് നമ്മൾ റോട്ടിൽ ചതഞ്ഞറിഞ്ഞ് മരിച്ച ഒരു നഷ്ടവും കിട്ടാൻ പോണില്ല. പോലീസുകാർക്ക് വല്ല നഷ്ടമുണ്ടോ? നമ്മൾക്ക് വല്ല ദുരന്തം സംഭവിച്ചിട്ട് പോലീസിനെന്താ? നമ്മൾക്കാണ് നഷ്ടം, നമ്മളുടെ കുടുംബത്തിനാണ് നഷ്ടം. അതുകൊണ്ട് വലിയ ബോധവും ശ്രദ്ധയും വാഹനം ഓടിക്കുന്ന നമ്മൾ ഓരോരുത്തർക്കും ഉണ്ടാവണം. റോട്ടിൽ ഇറങ്ങുന്ന നമ്മൾ മുഴുവൻ നിയമങ്ങളും പാലിച്ചുകൊണ്ടായിരിക്കണം സഞ്ചരിക്കേണ്ടത്. അള്ളാഹു നമ്മൾക്ക് അവന്റെ കാവൽ നൽകുമാറാവട്ടെ, സുരക്ഷിതത്വം നൽകുമാറാവട്ടെ. മുസീബത്തുകളിൽ നിന്ന്, ആക്സിഡന്റുകളിൽ നിന്ന്, ദുരന്തങ്ങളിൽ നിന്ന് പടച്ചറപ്പ് നമ്മെയും നമ്മുടെ മക്കളെയും ഈ സമൂഹത്തിനെയും കാത്തു രക്ഷിക്കുമാറാവട്ടെ. ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ.